കഴിഞ്ഞ ദിവസം പഠിപ്പിച്ചത്ര പഠിച്ചിട്ടുണ്ടോ? ഉണ്ടോ ഗൗതം? എന്തോ കഴിഞ്ഞ ക്ലാസ്സിലായിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ ഏതായിരുന്നു എന്നാണോ നീ ചോദിച്ചത്? ഓ, ഇല്ലായിരുന്നെന്നാ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് പഠിച്ചായിരുന്നു. എവിടം വരെയാണ് നമ്മൾ പഠിച്ചത്? എവിടം വരെയാ അർജുന നമ്മൾ പഠിച്ചത്? വെലോസിറ്റി സെലക്ടർ വരെയാണ് നമ്മൾ പഠിച്ചത്. വെലോസിറ്റി സെലക്ടർ എന്തിന്റെ ആപ്ലിക്കേഷനാ? എന്ത് വെച്ചിട്ട്? നമ്മുടെ കോമ്പിനേഷൻ ഓഫ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്ന പോർഷനിലെ ഒരു ഒരു ആപ്ലിക്കേഷൻ ആയിട്ടാണ് നമ്മൾ വെലോസിറ്റി സെലക്ടർ പഠിച്ചത്, അല്ലേ? പിന്നെ വേറെ നമ്മൾ എന്താണ് പഠിച്ചത്? എന്താണ് ലോറൻസ് ഫോഴ്സ്? എന്താ കിച്ചു ലോറൻസ് ഫോഴ്സ്? When a charge moves perpendicular to the magnetic field with a velocity v, due to the interaction between the കേട്ടില്ല. ഇല്ല, എന്നെ പഠിക്കാൻ സമയമില്ലായിരുന്നു. എക്സാം ആയിരുന്നു ചേച്ചി. അതുകൊണ്ട് നമ്മൾ അധികം പഠിക്കുന്നില്ലല്ലോ. കാണിക്കാം. അങ്ങനെയാണ് പഠിച്ചത്. മൊത്തം എംപോസിഷൻ അങ്ങ് എഴുതിക്കോ. ഇന്ന് പഠിച്ച അത്രയും കേട്ടാ. കഴിഞ്ഞ ദിവസം ഒരു എംപോസിഷൻ ഉണ്ടായിരുന്നില്ല. കെമിസ്ട്രി ആണോ? ഓർമ്മയുണ്ട്. ഇതുവരെയും വന്നില്ലല്ലോ. ഈ സൺഡേ വരും. എക്സാം ഒക്കെ ആയിട്ടെ. ശനിയാഴ്ച അയക്കണമെന്നല്ലേ പറഞ്ഞിരുന്നേ? അല്ലേ, തിങ്കളാഴ്ച തൊട്ട് എക്സാം ആയിരുന്നു. ഭയങ്കര തിരക്കായിട്ട്. ഈ സൺഡേ വരും. ഈ സൺഡേ എന്തുകൊണ്ടും അയക്കും. അല്ലേ ഇത് തന്നെയല്ലേ ലോറൻസ് ഫോഴ്സിന്റെ സ്റ്റേറ്റ്മെന്റ്? ഇപ്പൊ ഞാൻ പറഞ്ഞേ, പിന്നെ ചാർജ് മൂവ്സ് പെർപെൻഡിക്കുലർ ടു ദി മാഗ്നറ്റിക് അല്ലേ? വെക്ടർ സം ഓഫ് റിസൾട്ടന്റ് ഫോഴ്സ്. അതായത് നമ്മള് രണ്ട് മറ്റേ ഇലക്ട്രിക് ഫീൽഡിന്റെയും മാഗ്നറ്റിക് ഫീൽഡിന്റെയും കൂടി ഫോഴ്സിന്റെ സം എടുക്കുന്നതിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത്, ലോറൻസ് ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. അത് ചേച്ചി എഴുതുന്നില്ലായിരുന്നു? ഞാൻ എഴുതി തന്നു കാണിയല്ല, പകരം ഞാൻ നോട്ട് ഇട്ടിട്ടുണ്ട്. അത് നോക്കി പഠിക്കായിരുന്നല്ലോ. എന്ന് പറഞ്ഞാലും എഴുതി തന്നില്ല. ഇന്നലെയും പറയണം കേട്ടോ, എഴുതി തന്നില്ല. നിങ്ങൾക്ക് പഠിക്കാനല്ല ഞാൻ ഈ ക്ലാസ്സിന് മുമ്പ് ഈ നോട്ടൊക്കെ കൊണ്ടുപോയി ഇടുന്നേ. വേറെ ആർക്കെങ്കിലും പഠിക്കാനാണോ? വീഡിയോ ഓൺ ആക്കിക്കേ. എന്താണ് ഇതിന്റെ തുടക്കം എവിടെയാന്ന് കിട്ടുന്നില്ല. സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ എവിടുന്നായിരുന്നു? പക്ഷെ നമ്മൾ മൂവിങ് ചാർജ് ആൻഡ് മാഗ്നറ്റിസം നമുക്കറിയാം. ചാർജ് മൂവ് ചെയ്യുമ്പോൾ അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. മാഗ്നറ്റിക് ഫീൽഡിന്റെ പ്രോപ്പർട്ടീസ്, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ 2-3 പ്രോപ്പർട്ടീസ് പറഞ്ഞിട്ടുള്ളൂ. ലൂപ്പ് ഉണ്ടാകും. അവർക്കുണ്ടാകും. ക്ലോസ്ഡ് ലൂപ്പ് ഉണ്ടാകും. പിന്നെ എന്താണ്? നോർത്ത് ടു സൗത്ത് ആണ് ഇൻസൈഡ് മാഗ്നറ്റ്, സൗത്ത് ടു നോർത്ത് ആണ്. എന്താണ്? ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ലൂപ്പ് അവിടെ ഫോം ചെയ്യുന്നുണ്ട്. പിന്നെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ തന്നെ 2 ടൈപ്പ് ഉണ്ട്, യൂണിഫോമും നോൺ യൂണിഫോം. നമ്മൾ പഠിക്കുന്ന ഒക്കെ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ആണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പാരലൽ ആയിരിക്കും. അതുപോലെ തന്നെ ഫീൽഡിന്റെ വാല്യൂ ഈക്വൽ ആയിരിക്കും. അത് കഴിഞ്ഞ് നമ്മൾ പഠിച്ചത് എന്താണ്? മാഗ്നറ്റിക് ഫോഴ്സിന്റെ കാര്യമായിരുന്നു. മാഗ്നറ്റിക് ഫോഴ്സ് ഒരു ചാർജിനെ ഒരു യൂണിറ്റ് മാഗ്നറ്റിക് ഫീൽഡിലേക്ക് നമ്മൾ കടത്തി വിടുകയെന്ന് വിചാരിക്കാം. പെർപെൻഡിക്കുലർ ആയിട്ട് കടത്തി വിടുകയെന്ന് വിചാരിക്കുക. അപ്പൊ എന്ത് സംഭവിക്കും? അവിടെ ഒരു മാഗ്നറ്റിക് ഫോഴ്സ് ഉണ്ടാകും. ആ ഫോഴ്സ് ഏത് ഡയറക്ഷനിലാണ്? അർജുൻ?
ആ, ആർക്ക് പാരലായിരിക്കും? എന്തിന് പെർപെൻഡിക്കുലർ ആയിരിക്കും? മാഗ്നറ്റിക് ഫീൽഡിനും വെലോസിറ്റി വെക്ടറിനും പെർപെൻഡിക്കുലർ ആയിട്ടൊരു അപ്വേർഡ് ഡയറക്ഷനിൽ എന്താണ് ഒരു ഫോഴ്സ് ഉണ്ടാകും. ആ ഫിഗർ ഒക്കെ വരച്ചിട്ടുണ്ടല്ലോ, ഒന്ന് നോക്കിയാൽ മതി. വരച്ചിട്ടില്ലേ അതൊക്കെ? ആൻഡ് അവിടെ ഒരു ഇക്വേഷൻ, അവിടെ ഉണ്ടാവുന്ന ഫോഴ്സിന്റെ ഒരു ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തെടുത്തായിരുന്നു. ഏതാ അത്? എഫ് ഈസ് ഈക്വൽ ടു ക്യൂ വി ഇൻറ്റു ബി, ചാർജ് ഇൻറ്റു വെലോസിറ്റി ഇൻറ്റു മാഗ്നറ്റിക് ഫീൽഡ്. എന്താ ആദ്യം നമ്മൾ ഫോം ചെയ്ത ഇക്വേഷൻ ആണ്. QVB അല്ലെങ്കിൽ QVB sin θ ആംഗിൾ വെച്ചിട്ടാണ് നമുക്ക് sin θ. സോ അതാണ് നമ്മൾ ഫസ്റ്റ് ഡിറൈവ് ചെയ്തെടുത്തത്. ഒരു ചാർജിനെ ഒരു മാഗ്നറ്റിക് ഫീൽഡ്, കോൺസ്റ്റന്റ് മാഗ്നറ്റിക് ഫീൽഡിൽ കൂടി അല്ലെ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ കൂടി കടത്തി വിടുവാണെങ്കിൽ അവിടെ ആ ചാർജിന് ഒരു ഫോഴ്സ് അനുഭവപ്പെടും. ആ ഫോഴ്സ് എന്ന് പറയുന്നത് ഏത് ഡയറക്ഷനിലായിരിക്കും? ഈ പറയുന്ന മാഗ്നറ്റിക് ഫീൽഡിനും അതുപോലെ തന്നെ വെലോസിറ്റി, ചാർജ് പോകുന്ന വെലോസിറ്റി വെക്ടർ, അതിന്റെ ഡയറക്ഷനും പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും. ആൻഡ് അതിന്റെ ഇക്വേഷൻ വന്നിട്ട് FM മാഗ്നറ്റിക് ഫോഴ്സ് ഈസ് ഈക്വൽ ടു QVB sin θ എന്നായിരുന്നു. QVB sin θ ആംഗിൾ 90 ആയതുകൊണ്ട് തന്നെ പെർപെൻഡിക്കുലർ ആണെന്ന് നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് അവിടെ sin θ എന്ന് പറയുന്നത് 1 ആയി പോകും. എന്താണ് QVB? F is equal to QVB. അതൊരു പോയിന്റ് ചാർജിന്റെ കേസിലാണ്. അത് കഴിഞ്ഞ് നമ്മൾ എന്താ ചെയ്തത്? ഇതേ സെയിം യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ എന്തിനെ വെച്ചു? ഒരു കണ്ടക്ടറിനെ വെച്ചു. ഒരു കണ്ടക്ടറിനെ വെച്ച സമയത്ത് എന്താണ് അവിടെ ചാർജുകളുടെ എണ്ണം കൂടി അല്ലെ? അതുകൊണ്ട് നമ്മൾ എന്താണ് കറന്റിനും ചാർജിനും നമ്മൾ നേരത്തെ പഠിച്ച ഇക്വേഷൻസ് ഇട്ടാണ് കണ്ടുപിടിച്ചത്. I is equal to NAVDE. VD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡ്രിഫ്റ്റ് വെലോസിറ്റി, ആ പഴയ പാഠത്തില്. ആൻഡ് ക്യൂവിന് നമ്മൾ ഏത് ഇക്വേഷൻ ഇട്ട് കൊടുത്തേ? NALE എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഇട്ട് കൊടുത്തു. അത് നമ്മൾ പഴയ പാഠത്തിൽ ഡിറൈവ് ചെയ്തെടുത്തതാണ് കേട്ടോ, ലാസ്റ്റ് പോർഷൻ എങ്ങാണ്ട്. ഓക്കെ. ആൻഡ് അങ്ങനെ ഒരു കേസിൽ ഇപ്പൊ നമ്മളൊരു കണ്ടക്ടറാണ് പ്ലേസ് ചെയ്തേക്കുന്നതെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ഫോഴ്സ് എത്രയായിരിക്കും? എത്ര കഴിച്ചു? ചാർജിന് പകരം ഒരു കണ്ടക്ടറാണ് പ്ലേസ് ചെയ്തേക്കുന്നതെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ഫോഴ്സ് എത്രയാണ്? FM is equal to ILB sin θ. ILB sin θ. ലെന്ത് L എന്ന് പറയുന്നത് എന്താണ്? ലെന്ത് ഓഫ് ദ കണ്ടക്ടർ. നമ്മൾ പ്ലേസ് ചെയ്ത കണ്ടക്ടറിന്റെ ലെന്ത് ആണ്. I എന്ന് പറയുന്ന അവിടുത്തെ കറന്റ് ആണ്. B അവിടെ വെച്ചേക്കുന്ന മാഗ്നറ്റിക് ഫോഴ്സ്, മാഗ്നറ്റിക് ഫീൽഡ് ആണ്. ILB sin θ എന്ന് വരും. ഇനി sin θ 1 ആയി പോയി കഴിഞ്ഞാൽ എന്താണ്? 90 വന്നു കഴിഞ്ഞാൽ ആംഗിൾ 90 ആണെങ്കിൽ sin θ 1 ആകും. FM is equal to ILB. അങ്ങനെ രണ്ട് ഇക്വേഷൻ. അത് കഴിഞ്ഞ് നമ്മൾ ചെറിയൊരു പ്രോബ്ലം ഒക്കെ ചെയ്തു. പിന്നെ നമ്മൾ മോഷൻ ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്, അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞ എന്തായിരുന്നു? ഈ പറയുന്ന ചാർജ് ഫോഴ്സ് എന്ന് പറയുന്നത് വെലോസിറ്റി വെക്ടറിന് ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞാണ്. ഫോഴ്സ് എന്ന് പറയുന്നത് വെലോസിറ്റി വെക്ടർ, അങ്ങനല്ലല്ലോ. മാഗ്നറ്റിക് ഫോഴ്സ് ഉണ്ടാകുന്നത് വെലോസിറ്റി വെക്ടറിന് പെർപെൻഡിക്കുലർ ആണെന്ന് നമ്മൾ പറഞ്ഞു. സോ നോർമലി ഫോഴ്സ് എന്ന് പറയുന്നതും വെലോസിറ്റി വെക്ടർ എന്ന് പറയുന്നതും സെയിം ഡയറക്ഷനിലാണ് ആവേണ്ടത്. പക്ഷെ ഇവിടെ എന്താണ്? പെർപെൻഡിക്കുലർ ഡയറക്ഷൻ ആണ് അല്ലേ? സോ പെർപെൻഡിക്കുലർ ഡയറക്ഷൻ ആവണമെങ്കിൽ ആ ചാർജിന്റെ ഫോഴ്സ് കൊണ്ട് ആ ചാർജ് മൂവ് ചെയ്യുന്നത് ഏത് രീതിയിലേക്കായിരിക്കണം? സർക്കുലാർ മോഷനിലായിരിക്കണം. ഓക്കെ. അങ്ങനെ ഒരു സർക്കുലാർ മോഷനിൽ മൂവ് ചെയ്യുവാണെങ്കിൽ അവിടെ ഉണ്ടാവുന്ന റേഡിയസ്, അതിനൊരു ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിച്ചു. ആംഗുലാർ വെലോസിറ്റി, ഫ്രീക്വൻസി, ടൈം പീരിയഡ്, ഇത്രയും കാര്യങ്ങൾക്ക് നമ്മൾ ഇക്വേഷൻ കണ്ടുപിടിച്ചായിരുന്നു. ഓർക്കണുണ്ടോ എന്ന് നോക്കിക്കേ, കണ്ടുപിടിച്ചോന്ന്. റേഡിയസിന് കണ്ടുപിടിച്ച ഇക്വേഷൻ എന്തായിരുന്നു ശ്രീഹരി? അർജുൻ? R is equal to mv divided by qb. R is equal to mv by qb. അതിന്റെ നോട്ട് ഞാൻ അയച്ചിട്ടുണ്ട് കേട്ടോ ഗൗതം, അന്ന് നോക്കി എഴുതണം. സിമ്പിൾ സ്റ്റെപ്പ് ആണ്. അതിൽ ഏതെങ്കിലും സ്റ്റെപ്പ് മനസ്സിലായില്ലെന്ന് എനിക്ക് മെസ്സേജ് ഇട്ടാൽ മതി. ഓക്കെ. അല്ല, ലാസ്റ്റ് ക്ലാസ്സിന്റെ വീഡിയോ ഞാൻ അയച്ചിട്ടുണ്ടാവും. ഫിസിക്സിന്റെ 2 ക്ലാസ് ആയിട്ട് വീഡിയോ അയക്കാതെ ഉള്ളൂ അല്ലേ? ഒരു മിനിറ്റ്.
എവിടെ നിന്നാണ് നിനക്ക് ഇതൊക്കെ കിട്ടിയത്? ഈ നോട്ടൊക്കെ എവിടെ നിന്നാണ് കിട്ടിയത്? കിട്ടിയത്? ലാസ്റ്റ് ക്ലാസ്സിന്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, അത് കണ്ടു അല്ലെങ്കിൽ നോട്ട് എഴുതി എടുത്തോണം കേട്ടല്ലോ. സ്കൂളിൽ പഠിച്ചതാ കേട്ടോ ദിവസം. അല്ലാണ്ട് ചേച്ചി അയച്ചിട്ടൊന്നുമില്ലല്ലോ ഈ ആറിന്റെ ഇക്വേഷൻ ഒന്നും. അത് കഴിഞ്ഞിട്ട് എന്താണ് നമ്മൾ ഡിറൈവ് ചെയ്തെടുത്തത്? വെലോസിറ്റി, ലീനിയർ വെലോസിറ്റിയുടെ ഇക്വേഷൻ. എന്താണ് കിച്ചു ലീനിയർ വെലോസിറ്റിയുടെ ഇക്വേഷൻ? ചേച്ചി ഞാനിനി നോട്ട് എഴുതിയെടുത്തില്ലായിരുന്നു, എക്സാം ആയതുകൊണ്ട്. അപ്പൊ ബാക്കി ഞാൻ പറയണ്ടല്ലോ, അപ്പൊ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോയാൽ പോരെ? സോ ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു കറന്റ് എലമെന്റ്. ഹെഡിങ് എഴുതിക്കോ, മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു കറന്റ് എലമെന്റ്. ഇവിടെ നമ്മളൊരു ലോ ആണ് പഠിക്കുന്നത്. ആൻഡ് ഇവിടെയൊക്കെയാണ് ഇനിയിപ്പോ ഡെറിവേഷൻസ് ഒക്കെ കൂടുതലും വന്നത്. ആൻഡ് ഫസ്റ്റത്തെ രണ്ടെണ്ണം ഡെറിവേഷൻ ആയിരുന്നു കേട്ടോ. നമ്മുടെ ആ പോയിന്റ് ചാർജ് പ്ലേസ് ചെയ്യുന്നതും കണ്ടക്ടർ പ്ലേസ് ചെയ്യുമ്പോഴും അവിടെ ഉണ്ടാവുന്ന ഫോഴ്സ്. ഓക്കെ, അത് രണ്ടും ഡെറിവേഷൻസ് ആണ്. അടുത്താണ് മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ കറന്റ് എലമെന്റ്. ബയോട്ട്-സാവാർട്ട് ലോ. ബയോട്ട്-സാവാർട്ട് ലോ. ബയോട്ട്-സാവാർട്ട് ലോ. എന്താണ് ലോയിൽ പറയുന്നത്? It states that the magnetic field produced at a point due to a current carrying conductor is directly proportional to. എന്താണ് ഒരു കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ മൂലം ഉണ്ടാകുന്ന ഒരു മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് എന്തിനോടൊക്കെ പ്രൊപ്പോർഷണൽ ആണെന്നാണ് പറയുന്നത്? ദ ഇന്റൻസിറ്റി ഓഫ് കറന്റ് I. അവിടെ നമ്മൾ സപ്ലൈ ചെയ്ത് കൊടുക്കുന്ന ഒരു കണ്ടക്ടർ ഉണ്ടെന്ന് വിചാരിക്കാം. ആ കണ്ടക്ടറിൽ നമ്മൾ I കറന്റ് കടത്തി വിട്ടേക്കുക. അപ്പൊ കറണ്ട് പാസ് ചെയ്ത് പോകുമ്പോൾ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുക. ചാർജിന്റെ മൂവ്മെന്റിനനുസരിച്ച് അവിടെ എന്തും ഉണ്ടാവുന്നുണ്ട്? മാഗ്നറ്റിക് ഫീൽഡും ഉണ്ടാവുന്നുണ്ട്, അല്ലേ? ഇങ്ങനെ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ്, ഒരു കണ്ടക്ടറിൽ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ആരോട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്? കറന്റിനോട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. സെക്കൻഡ് എന്താണ് പറയുന്നത്? ലെങ്ത് ഓഫ് ദ എലമെന്റ് ഓഫ് ദ കണ്ടക്ടർ. നമ്മുടെ ആ കണ്ടക്ടർ ഉണ്ടാക്കിയേക്കുന്ന ആ ഒരു സർക്യൂട്ടിലെ, ആ സർക്യൂട്ടിലെ കണ്ടക്ടറിന്റെ ലെങ്ത് അതിനോട് പ്രൊപ്പോർഷണൽ ആണ്, അതിനോടും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. സൈൻ ഓഫ് ദ ആംഗിൾ മെയ്ഡ് ബൈ കണ്ടക്ടർ വിത്ത് ലൈൻ ജോയിനിങ് പോയിന്റ്സ് ഓൺ ദ കണ്ടക്ടർ. അതായത് അവിടുത്തെ സൈൻ തീറ്റ ഞാൻ വരച്ച് കാണിക്കാം. അവിടുത്തെ ആംഗിളിനോട് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ഓഫ് പോയിന്റ് ഫ്രം ദ കണ്ടക്ടർ. കണ്ടക്ടറിൽ നിന്ന് ഉള്ള പോയിന്റ്, ആ ഡിസ്റ്റൻസ്, അതായത് നമ്മൾ എടുക്കുന്ന ഒരു കണ്ടക്ടറിൽ നിന്ന് ഒരു ഫിക്സഡ് ഡിസ്റ്റൻസ് മാറിയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കും നമ്മൾ കണ്ടുപിടിക്കണം. സോ ആ ഒരു ഡിസ്റ്റൻസ് കണ്ടക്ടർ മുതൽ ആ പറയുന്ന പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് R എന്ന് പറയുന്നത്. ആ ഡിസ്റ്റൻസിനോടും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. സോ നമ്മളോട് ഈ ബയോട്ട്-സാവാർട്ട് ലോ സ്റ്റേറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എവിടം മുതൽ എവിടം വരെ പറയണം? ഇവിടം മുതൽ ഇവിടം വരെ പറഞ്ഞ് ഇക്വേഷൻ എഴുതി നിർത്താം. ഓക്കെ, അപ്പം ബയോട്ട്-സാവാർട്ട് ലോ എന്താണ് പറയുന്നത്? ഒരു കണ്ടക്ടറിൽ കൂടി കറണ്ട് പാസ് ചെയ്ത് പോകുമ്പോൾ അവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ഇലക്ട്രിക് ഫീൽഡിനോടൊപ്പം തന്നെ എന്തും ഉണ്ടാവും? മാഗ്നറ്റിക് ഫീൽഡും ഉണ്ടാവാറുണ്ട്. ആ പറയുന്ന അവിടെ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് എന്തിനോടൊക്കെ പ്രൊപ്പോർഷണൽ ആണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇന്റൻസിറ്റി ഓഫ് കറന്റ്, ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ, ആംഗിൾ ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ കണ്ടക്ടർ ആൻഡ് പോയിന്റ്. കണ്ടക്ടർ നമ്മൾ സെലക്ട് ചെയ്ത പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസുമായിട്ട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. സോ അങ്ങനെയാണ് നമുക്ക് ഇവിടുത്തെ ഇക്വേഷൻ ഫോം ചെയ്തെടുക്കാം. അപ്പൊ പിന്നെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുമ്പോൾ അതിന്റെ അതിനെ നമ്മൾ dB എന്നാണ് കാണിക്കുന്നത്. ഒരു പോയിന്റിൽ കാണിക്കുന്നതാണ് dB. സോ ഇതാണ് നമ്മുടെ കണ്ടക്ടർ എന്ന് വിചാരിക്കുക. ഈ XY എന്ന് പറയുന്നതാണ് നമ്മുടെ കണ്ടക്ടർ. ഈ വളഞ്ഞു വരച്ചേക്കുന്ന എന്താണ്? നമ്മുടെ കണ്ടക്ടർ ആണ്. സോ ഈ കണ്ടക്ടറിൽ കൂടി ഇതേ മേപ്പോട്ടാണ് ആര് പോകുന്നത്? കറണ്ട് പാസ് ചെയ്ത് പോകുന്നത്. ഈ കറണ്ട് പാസ് ചെയ്ത് പോകുന്ന സമയത്ത് ഈ പറയുന്ന ഈ പോയിന്റ് കണ്ടു, ഈ ആരോ മാർക്ക് വന്നേക്കുന്നത്, ഈ പോയിന്റിൽ എന്തോരം മാഗ്നറ്റിക് ഫീൽഡ് അനുഭവപ്പെടും? അതാണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ഞാൻ ഈ പോയിന്റിനെ dB എന്ന് മാർക്ക് ചെയ്തു. ആൻഡ് ഇത് O ആയിട്ടാണ്. പിക്ചർ വരയ്ക്കാം, ഞാൻ വരച്ച് കാണിക്കാം. ഒരു മിനിറ്റ്.
ഞാൻ വരച്ചാൽ മതി. ആൻഡ് ഈ കണ്ടക്ടർ മുതൽ നമ്മൾ എടുത്തേക്കുന്ന പോയിന്റ് വരെയുള്ള ദൂരാണ് ആർ. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ കണ്ടക്ടർ ആൻഡ് നമ്മുടെ പോയിന്റ്, നമ്മൾ സെലക്ട് ചെയ്തേക്കുന്ന പോയിന്റ്. പിന്നെ ഈ നമ്മൾ എന്താണ് ഈ കണ്ടക്ടറിലെ ചെറിയൊരു ലെങ്ത് എടുത്തിട്ടാണ് നമ്മൾ ഇവിടെ കാൽക്കുലേഷൻ നടത്തുന്നത്. സോ ഒരു ചെറിയ സെക്ഷൻ ഓഫ് ലെങ്ത് PQ, അതാണ് DL ആയിട്ട് ലെങ്ത്, ചെറിയ ലെങ്ത് എന്ന് കാണിക്കാൻ DL. ഫുൾ ലെങ്ത് എടുക്കുന്നില്ല, വലിയ കണ്ടക്ടർ ആയിരിക്കും, മൊത്തം നമുക്ക് കണ്ടുപിടിക്കാൻ ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി ചെറിയൊരു സ്ഥലത്തെ കണ്ടുപിടിച്ചിട്ട്, അതുപോലെ. സോ നമ്മൾ DL ആണ് എടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ഈ ഫിഗർ ഒന്ന് വേണം വരച്ച് കാണിക്കാം. ഫിഗർ വന്നിട്ട് ഇങ്ങനെയാണ്. ഇട്ടിട്ടുണ്ട്. ആർക്ക് വന്നിട്ടില്ല? സോ ഇങ്ങനെ ഒരു കണ്ടക്ടറാണ് നമുക്കുള്ളത്. XY എന്ന് പറയുന്ന ഒരു കണ്ടക്ടർ ഉണ്ട്. ഈ കണ്ടക്ടറിൽ കൂടി I കറന്റ് പാസ് ചെയ്ത് പോകുവാണ്. അപ്പം ഈ പറയുന്ന പോയിന്റ്, ഇവിടെ ഒരു O എന്ന് പറയുന്ന പോയിന്റ് ഉണ്ട്. ഈ പറയുന്ന പോയിന്റിൽ അനുഭവപ്പെടുന്ന മാഗ്നറ്റിക് ഫീൽഡ് വേണം എനിക്ക് കണ്ടുപിടിക്കാൻ. സോ ഞാൻ ഈ ഒരു ചെറിയൊരു സെക്ഷൻ, അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു സെക്ഷനെയാണ് എടുക്കുന്നത്. കണ്ടക്ടറിലെ ചെറിയൊരു സെക്ഷൻ ആണ് DL. ഓക്കെ, ഈ കറണ്ട് പാസ് ചെയ്തു പോകുന്ന കണ്ടക്ടറിലെ ചെറിയൊരു ലെങ്ത് ആണ് എന്ത്? DL. ആൻഡ് ഈ DL-ന്ന് ഈ ഇവിടെയുള്ള ആംഗിൾ ആണ്, ഇത് 90 അല്ല കേട്ടോ, ഇവിടെ ഉണ്ടാവുന്ന ആംഗിൾ ആണ് തീറ്റ. 90 ഡിഗ്രി അല്ല, തീറ്റയാണ്. എന്നുവെച്ചാൽ 90 അല്ലാത്ത വേറെ ഏതോ ഒരു ആംഗിൾ ആണ് അവിടെ ഉണ്ടാവുന്നത്. ആൻഡ് ഇവനെ ഞാൻ DB എന്ന് വിളിക്കുന്നു. ഈ ഡിസ്റ്റൻസ് ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് എന്താ വിളിക്കുന്നത്? എന്തോ അല്ല, എവിടെ ഇത്? എനിക്ക് വാട്സപ്പിൽ തന്നെ സ്റ്റക്ക് ആയിട്ടിരിക്കണോ അതോ മാറ്റിയില്ലേ? എന്താ ഇത്? നമുക്കൊരു കണ്ടക്ടർ ഉണ്ട്, XY എന്ന കണ്ടക്ടർ ഉണ്ട്. ആ കണ്ടക്ടറിൽ കൂടി I കറന്റ് പാസ് ചെയ്ത് പോവാണ്. ഈ I കറന്റ് പാസ് ചെയ്ത് പോകുന്ന സമയത്ത് ഈ കണ്ടക്ടറിൽ മാഗ്നറ്റിക് ഫീൽഡും ഇലക്ട്രിക് ഫീൽഡും ഒക്കെ ഉണ്ടാവുന്നുണ്ട്. സോ ഈ പറയുന്ന ഇവിടെയുള്ള ഒരു പോയിന്റ്, ഈ പോയിന്റിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് വേണം എനിക്ക് കണ്ടുപിടിക്കാൻ, DB. അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ഏത്? ബയോട്ട്-സാവാർട്ട് ലോ. ഓക്കെ, ദെൻ ഇവിടെ നമ്മൾ ഒരു ചെറിയ സെക്ഷൻ എടുക്കും കേട്ടോ, ഫുൾ ലെങ്ത് അല്ല, ചെറിയ സെക്ഷൻ ആണ് എടുക്കുന്നത്. ആ ലെങ്ത് ആണ് DL. ഇവിടെ ഈ കണ്ടക്ടറിനെയും ഈ DB-നെയും തമ്മിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ആ ഡിസ്റ്റൻസ് എത്രയാണ്? R. ആ ഡിസ്റ്റൻസിലാണ് കണക്ട് ചെയ്തേക്കുന്നത്. ആൻഡ് ബയോട്ട്-സാവാർട്ട് ലോ പ്രകാരം DB എന്ന് പറയുന്നത് എന്തിനോടൊക്കെ പ്രൊപ്പോർഷണൽ ആണ്? DB is proportional to ഫസ്റ്റ് എന്തായിരുന്നു പറഞ്ഞത്? എന്തായിരുന്നു അർജുന പറഞ്ഞത്? ഫസ്റ്റ് ഇന്റൻസിറ്റി ഓഫ് കറന്റ് I. സെക്കൻഡ് എന്തായിരുന്നു ചേച്ചി പറഞ്ഞത്? മറ്റേ ആംഗിള്. പ്രൊപ്പോർഷണൽ ടു സൈൻ തീറ്റ. ഇതാട്ടോ തീറ്റ. ഈ കണ്ടക്ടറും നമ്മൾ വരച്ചേക്കുന്ന ലൈനും ഇടയിലെ ആംഗിൾ ആണ് തീറ്റ, സൈൻ തീറ്റ. പിന്നെ എന്തായിരുന്നു ഗൗതം പറഞ്ഞേ? ആരുടെ ലെങ്ത്? ലെങ്ത് DL, നമ്മൾ എടുത്തേക്കുന്ന കണ്ടക്ടറിലെ ചെറിയ ലെങ്ത്. പിന്നെന്തായിരുന്നു ശ്രീഹരി അപ്പം വന്നായിരുന്നു? Inversely proportional to 1 square of distance between them, R square. Okay, ഇവന്മാരൊക്കെ ഒന്നിച്ചാക്കി നമുക്ക് ഒറ്റ ഇക്വേഷൻ ആക്കാലോ. അപ്പൊ എങ്ങനെ വരും ഇക്വേഷൻ? DB is proportional to I DL sin theta divided by R square. പ്രൊപ്പോർഷണൽ സൈൻ മാറ്റാൻ വേണ്ടിട്ട് എന്ത് ചെയ്യണം? നമ്മൾ കോൺസ്റ്റന്റിനെ ആഡ് ചെയ്ത് കൊടുക്കണം. സോ DB is equal to K IDL sin theta divided by R square. സോ ഇവിടുത്തെ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് K is equal to μ0/4π ആണ്. ഇവിടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്ന കോൺസ്റ്റന്റ് ഏതാണ്? μ0/4π ആണ്. ഓക്കെ, അപ്പൊ കെയുടെ സ്ഥലത്ത് നമുക്ക് എന്തിടാം? μ0/4π ഇടാൻ പാടില്ലേ? അപ്പൊ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ വരും?
dB is equal to mu 0 by 4 pi 4 pi 4 pi I dl sin theta by r square. mu 0യുടെ വാല്യൂ എന്ന് പറയുന്നത് mu 0യുടെ വാല്യൂ വന്നിട്ട് എത്രയായിരുന്നു? 4 pi into 10 raised to 4 pi into 10 raised to minus 7. mu 0യുടെ വാല്യൂ എത്രയാണ്? 4 pi into 10 raised to minus 7 ആണ്. ഓക്കെ, ഇതാണ് നമ്മുടെ മെയിൻ ഇക്വേഷൻ. ഇവിടെ I എന്ന് പറഞ്ഞ കറന്റ് ആണ്, DL പറയുന്നത് നമ്മൾ എടുക്കുന്ന ആ ചെറിയ ലെന്ത് ആണ് കേട്ടോ. സൈൻ തീറ്റ ആംഗിൾ ആണ്. നമ്മുടെ കണ്ടക്ടറിനും നമ്മൾ വരച്ചേക്കുന്ന വരയുണ്ടല്ലോ അതിനും ഇടയിലെ ആംഗിൾ ആണ് സൈൻ തീറ്റ. ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ടക്ടറും നമ്മൾ എടുക്കുന്ന പോയിന്റിന്റെ ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, mu 0 4 pi എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് വാല്യൂ ആണ്. mu 0യുടെ വാല്യൂ എത്രയാണ്? 4 pi into 10 raised to minus 7 NA raised to minus 2. NA raised to minus 2. ഇത്രയും ക്ലിയർ അല്ലേ? സിമ്പിൾ ആണ്. ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്കിനി ബാക്കിയൊക്കെ പറയാനുള്ളത്. ഇത് എഴുതിയെടുത്തോ? ഇന്ന് വേഗം എഴുതിക്കോ. ഹെഡിങ് എഴുതിയില്ലേ? ബയോട്ട് സാവാട്ടിലോ? യെസ്. എന്നിട്ട് ബാക്കി എഴുതുക. It state that the magnetic field produced at a point due to a current carrying conductor is directly proportional to the intensity of current. First one, the intensity of current I. Second one എന്താണ്? The length of the element DL. നമ്മൾ ചെറിയ ലെന്ത് ആട്ടോ എടുക്കുന്നത്, അതുകൊണ്ടാണ് DL. Length of the element DL. Third point എന്താണ്? Angle between conductor and the point. Angle between the conductor with the line joining the point. Sin theta. Last one എന്താണ്? Inversely proportional to the square of distance between the conductor and the point. Inversely proportional to the square of the distance between conductor and the point. R. So this equation എഴുതിക്കേ. dB is proportional to I dl sin theta divided by r square. dB is proportional to I dl sin theta divided by r square. Then proportional sign മാറ്റാൻ നമ്മൾ എന്ത് ചെയ്യണം? കോൺസ്റ്റന്റ് k ഇട്ട് കൊടുക്കുക. ഇത്രയും ഇവിടെ എഴുതിയെടുക്കുക.
ഇത്രയും. അടുത്ത ഹെഡിങ് ആണ് ആപ്ലിക്കേഷൻ ഓഫ് ബയോട്ട് സാവാർട്ട് ലോ. ആപ്ലിക്കേഷൻ ഓഫ് ബയോട്ട് സാവാർട്ട് ലോ. ആപ്ലിക്കേഷൻ ഓഫ് ബയോട്ട് സാവാർട്ട് ലോ. ഫസ്റ്റ് വൺ ആണ് magnetic field on the axis of a magnetic field on the axis of a circular current loop. Magnetic field on the axis of a circular current loop. Okay, so നമുക്ക് ഫിഗറിലേക്ക് പോകാം. ഇതിന്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പൊ പഠിച്ച ഇക്വേഷൻ വെച്ചിട്ടാണ് കേട്ടോ. സോ നമുക്കൊരു സർക്കുലർ ലൂപ്പ് ഉണ്ട്. ഒരു സർക്കുലർ ലൂപ്പാണ് നമ്മുടെ കണ്ടക്ടർ എന്ന് വിചാരിക്കും. ഓക്കെ, ഇതിലെ ഐ കറന്റ് പാസ് ചെയ്ത് പോകുന്നത് ഈ ഒരു ഡയറക്ഷനിലാണെന്ന് വിചാരിക്കും. ഐ കറന്റ് പാസ് ചെയ്ത് പോകുന്നു. അങ്ങനെ എനിക്കറിയേണ്ടത് ഇതിങ്ങനെ പാസ് ചെയ്ത് ഇങ്ങനെ കറണ്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുവാണ് കേട്ടോ. എനിക്കറിയേണ്ടത് ഈ പറയുന്ന പോയിന്റ്, ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, ഇത് DB എന്നെടുത്തു. ഈ പറയുന്ന പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ്, ഈ പറയുന്ന പോയിന്റ്, ഇവിടെ കറണ്ട് ഇങ്ങനെ പാസ് ചെയ്ത് പോകുമ്പോൾ ഇവിടെ കിടക്കുന്ന ഈ പറയുന്ന പോയിന്റിനെ ഞാൻ P എന്ന് വിളിക്കുന്നു. P എന്ന് പറയുന്ന ഈ പോയിന്റിൽ അനുഭവപ്പെടുന്ന മാഗ്നറ്റിക് ഫീൽഡ് എത്രയാണ്, അതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇതൊരു ഡെറിവേഷൻ ആണ് കേട്ടോ, ഡെറിവേഷൻ ആയിട്ട് ചോദിക്കുന്നതാണ്. സോ ഞാൻ ഇവിടെ സെന്ററിൽ വെച്ചിട്ട് ഞാനൊരു ലൈൻ വരയ്ക്കുന്നു. നമുക്ക് കണ്ടുപിടിക്കണമല്ലോ. ഈ ഒരു ലെന്ത് എന്ന് പറയുന്നത് എക്സ് ആയിട്ട് ഞാൻ എടുക്കും. ഈ ഒരു ലെന്ത് എന്താണ്? എക്സ്. ഈ പോയിന്റ് എക്സ് ആണ്. ഈ ലെന്ത് ആർ, നമ്മുടെ സർക്കിളിന്റെ ഈ ഒരു സർക്കുലർ ലൂപ്പിന്റെ റേഡിയസ് ആണ് ആർ. ഓക്കെ, ഈ റേഡിയസിൽ നിന്ന് ഞാൻ ഇങ്ങോട്ടേക്ക് ഈ പോയിന്റിലേക്ക് ഒരു ലൈൻ വരയ്ക്കും. ഡോട്ട് ലൈൻ ആയിട്ട് വരച്ചാൽ മതി. അതുപോലെ തന്നെ താഴെയും. ഇവിടുത്തെ ആംഗിളിനെ ഞാൻ എന്തെന്നെടുക്കും? 90. ഇത് 90 ആണ്. ഇതിപ്പം റേഡിയസും നമ്മുടെ ടാൻജന്റും കൂടിയുള്ള ഒരു ആംഗിൾ അല്ലേ, അത് എത്രയായിരിക്കും? 180 - 90 ഈ ആംഗിളിനെ ഞാൻ ഫൈൻ എടുക്കുകയാണ്. ഫൈൻ, ഇവനെ ഫൈൻ എടുത്തു കഴിഞ്ഞാൽ ഇവൻ ഇവിടെ ഈക്വൽ ആംഗിൾസ് ആയിരിക്കും. സോ ഇവനെ ഞാൻ ഫൈൻ എടുക്കുകയാണ്. ഫൈ ആണ് കേട്ടോ, തീറ്റ അല്ല, ഫൈൻ ആണ് ഞാൻ എടുത്തേക്കുന്നത്. ഇങ്ങനെ 0 ഇട്ടിട്ട് വെട്ടിയിടുന്ന ആംഗിൾ. അതിലൂടെ ഫൈ ആയതുകൊണ്ട് കമ്പോണന്റുകൾ ഉണ്ടാവും. ഈ ഡയറക്ഷനിലാണ് നമ്മുടെ DB ഉള്ളത്. പൊക്കത്തേക്ക് വരുന്നത് എപ്പോഴും സൈൻ ആണ്. പൊക്കത്തേക്ക് വരുന്നത് നല്ല, ഈ തീറ്റയ്ക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത് DB സൈൻ തീറ്റ. സൈൻ തീറ്റ അല്ല, സൈൻ ഫൈ. ഞാൻ ഈ P എന്നും DB എന്നൊക്കെ എഴുതിയേക്കുന്ന അങ്ങ് മായ്ക്കുക കേട്ടോ. നിങ്ങൾ ഇത് DB എന്നും P എന്നൊക്കെ എഴുതി പോണം.
ഈ പോയിന്റിലാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, ഈ പറയുന്ന പോയിന്റിൽ. ഇവിടെ ഒരു പെർപെൻഡിക്കുലർ കമ്പോണന്റ് ഉണ്ട് ആൻഡ് ഈ ഡയറക്ഷനിലായിരിക്കും, ഇവിടുന്ന് ഒരു 90 ഡിഗ്രി ഡയറക്ഷനിലാണ് നമ്മുടെ ഡി ബി എന്ന് പറയുന്നതിന്റെ കമ്പോണന്റ് കിടക്കുന്നത്. സോ ഈ ആംഗിൾ ഫൈ ആയിരിക്കും. ഈ ആംഗിളും ഇതിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിളാണ് ഇത്. സോ ഇത് രണ്ടും ഫൈ എന്ന് പറയുന്ന ആംഗിളാണ്. ഓക്കെ, അതായത് ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ വന്നിട്ട് നമ്മുടെ ഡി ബി എന്ന് പറയുന്ന പോയിന്റിന്റെ കമ്പോണന്റ് കിടക്കുന്നത് ഇവിടെ ഒരു 90 ഡിഗ്രി ആംഗിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെയാണ് വന്നത്. ഓക്കെ, സോ ഇവിടെ സ്ട്രെയിറ്റ് ആൻഡ് പെർപെൻഡിക്കുലർ ആയിട്ട് ഞാൻ ഒരു കമ്പോണന്റ് വരയ്ക്കുവാണ്. ഇത് 90 അല്ല, ഈ ആംഗിൾ ആണ് ഫൈ എന്ന് പറഞ്ഞ് ഞാൻ എഴുതിയേക്കുന്നത്. ഈ ആംഗിൾ ഫൈ, ഇത് ഫൈ. ഓക്കെ, ഇതാണെങ്കിൽ ഇത് ഡി ബി ആണ്, ഈ കമ്പോണന്റ് ഡി ബി. ആംഗിളിനോട് ചേർന്ന് കിടക്കുന്നത് ഏതാണ്? കോസ് ആണോ സൈൻ ആണോ? കോസ് ആണ്. ഡി ബി കോസ് ഫൈ. ആംഗിളിനോട് ചേർന്ന് കിടക്കുന്ന കമ്പോണന്റ് കോസ് ആയിരിക്കും. തീറ്റ അല്ല, നമ്മളിവിടെ ഫൈ എന്ന് പറയുന്ന ആംഗിൾ ആട്ടോ എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഓപ്പോസിറ്റ് ഉള്ള കമ്പോണന്റ് ഏതായിരിക്കും? ഡി ബി സൈൻ തീറ്റ. ഇത് രണ്ടെണ്ണായിട്ടല്ല വരയ്ക്കേണ്ടത്, ഈ ഒരു ഫിഗറിൽ തന്നെ വരച്ചു വെക്കേണ്ടതാണ് കേട്ടോ. സൈൻ തീറ്റ ആണോ സൈൻ ഫൈ ആണോ? സൈൻ ഫൈ, സൈൻ ഫൈ. തീറ്റ അല്ല, സൈൻ ഫൈ ആണ്. ഇതിങ്ങനെ രണ്ട് പടങ്ങളായിട്ടല്ല വരയ്ക്കേണ്ടത്. ഇവിടെ വരുന്ന കമ്പോണന്റുകളെ ഞാൻ ഇങ്ങനെ ഒറ്റയ്ക്കെടുത്ത് വരച്ച് കാണിച്ചേക്കുന്നതാണ്. സോ ഇതാണ് നമ്മുടെ ഫിഗർ വരുന്നത്. ഓക്കെ, നമുക്കറിയാം ഒരു കണ്ടക്ടറിൽ കൂടി കറണ്ട് പാസ് ചെയ്ത് പോകുന്ന സമയത്ത് അവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഇക്വേഷൻ കണ്ടുപിടിച്ചു. ഏതായിരുന്നു അത്? ബയോട്ട്-സാവാർട്ട് ലോ. ആ ലോ പ്രകാരം ഇക്വേഷൻ, മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷൻ എന്താ ശ്രീഹരി? എന്താ ശ്രീഹരി? dv is equal to mu 0 by 4 pi പിന്നെ id into idl sin theta by r square. idl sin theta by r square. സോ ഇവിടുത്തെ തീറ്റ എന്ന് പറയുന്നത്, ഈ ആംഗിളിനെയാണ് നമ്മൾ തീറ്റ എന്ന് വിളിക്കുന്നത്. കണ്ടക്ടറും നമ്മുടെ എന്തുവാണ് ഈ പറയുന്ന പോയിന്റ്, അത് തീറ്റയാണ്. സോ അത് 90 ആണ്. സോ സൈൻ തീറ്റ എന്ന് പറയുന്നത് എത്രയാണ്? സൈൻ 90 എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണ്. സോ ആ കാര്യം നമുക്ക് എഴുതണ്ട. ആർ സ്ക്വയർ ഇവിടെ വരെ നമുക്ക് എഴുതിയാൽ മതി. ഓക്കെ, ഇനിയാണ് നമ്മുടെ പരിപാടിയിലേക്ക് പോകുന്നത്. ഇവിടെയും നമ്മൾ ചെറിയൊരു കമ്പോണന്റ് എടുത്തായിരുന്നു, ഇവിടെയും ചെറിയൊരു കമ്പോണന്റ് എടുത്തായിരുന്നു. അങ്ങനെ രണ്ട് കമ്പോണന്റ് മാത്രമാണ് ഈ ഒരു സർക്കുലർ ലൂപ്പിലുള്ളത്. ആണോ? ഇഷ്ടംപോലെ കുഞ്ഞി കമ്പോണന്റ്സ് ഉണ്ടല്ലേ? അവർക്കൊക്കെ എന്തുണ്ട്? മാഗ്നറ്റിക് ഫീൽഡ്. അവിടുത്തെ ഒക്കെ മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് കണ്ടുപിടിക്കാം. സോ അതെല്ലാം കൂടി കൂട്ടുന്നതാണ് ബി എന്ന് പറയുന്നത്, മാഗ്നറ്റിക് ഫീൽഡ്. ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു ഡി ബി ഇന്റഗ്രൽ ഓഫ് ഡി ബി കോസ് തീറ്റ. കോസ് തീറ്റ എന്ന് പറയുന്നത് സെയിം കമ്പോണന്റ് ആയതുകൊണ്ടാണ്. കോസ് തീറ്റ അല്ല, കോസ് ഫൈ ആണ് കേട്ടോ. കോസ് ഫൈ. ഇവരുടെ സം, ഈ ഒരു വാല്യൂ എടുക്കുന്നതാണ് നമ്മുടെ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ്. അതായത് ഈ സർക്കുലർ ലൂപ്പിൽ ഉണ്ടാവുന്ന ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. ഈ ഇക്വേഷൻ ആണ് നമുക്ക് ഇവിടെ എക്സ്ട്രാ പഠിച്ചു വെക്കാനുള്ളത്. ബി ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഡി ബി കോസ് ഫൈ. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ വാല്യൂസ് ഇട്ട് കൊടുക്കാം. ഡി ബിയുടെ ഇക്വേഷൻ നമുക്ക് ഓൾറെഡി അറിയാം. എന്തായിരുന്നു ഡി ബി? ഈ പൊക്കത്ത് കാണുന്നത്. ഇവിടെ സെയിം കമ്പോണന്റ് ആണ് ഡി ബി കോസ് ഫൈ. ഈ കമ്പോണന്റ് ആണെന്ന് കാണിക്കുന്നത്. ബി ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഡി ബി കോസ് ഫൈ. ഈ നമ്മൾ ഈ സ്ട്രെയിറ്റ് വരച്ചേക്കുന്ന കമ്പോണന്റ്. അങ്ങനെ ഒരുപാടുണ്ട്. അവരുടെ ഇന്റഗ്രൽ വാല്യൂ എടുക്കുന്നതാണ് ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. അതാണ് ഈ ഇക്വേഷനിൽ പറയുന്നത്, ഫസ്റ്റ് ഇക്വേഷൻ. ഇനി ഈ ഒന്നാമത്തെ ഇക്വേഷനിലേക്ക് നമുക്ക് അറിയാവുന്ന വാല്യൂസ് നമ്മൾ ഇട്ട് കൊടുക്കുക. ഡി ബിയുടെ വാല്യൂ ഓൾറെഡി ഈ ഒരു ഇക്വേഷനിൽ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആ വാല്യൂ ഇട്ട് കൊടുക്കാലോ ഡി ബിയുടെ സ്ഥലത്ത്. അപ്പൊ എങ്ങനെ വരും? μ0 by 4 pi idl by r square cos phi. cos എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? adjacent by അല്ല
ഓപ്പോസിറ്റ് അല്ല, അഡ്ജസന്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. കോസ് എന്ന് പറഞ്ഞാൽ അഡ്ജസന്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. ഇവിടെ ഫൈ എന്ന് പറയുന്ന ആംഗിൾ ഇതാണ് ടോട്ടൽ. ഈ ഫൈ എന്ന് പറയുന്ന ആംഗിളിലെ അഡ്ജസന്റ് സൈഡ്, ഇവിടെ ഒരു ആറും കൂടി ഉണ്ട് കേട്ടോ, ഈ ലെന്ത് ആറാണ്. ഹൈപ്പോട്ടന്യൂസ് ആറും അഡ്ജസന്റ് സൈഡ് എത്രയാണ്? ക്യാപിറ്റൽ ലെറ്റർ ആറും ആണ്. അഡ്ജസന്റ് സൈഡ് ഇതാണ് ആൻഡ് ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് ഇതാണ്. 90ക്ക് ഓപ്പോസിറ്റ്, ഇത് 90 ആണ്. 90ക്ക് ഓപ്പോസിറ്റ് വരുന്നത് സ്മോൾ ലെറ്റർ ആർ ആണ്. അപ്പൊ നമുക്ക് ഇവിടെ എന്തെന്ന് എഴുതാം? ക്യാപിറ്റൽ ലെറ്റർ ആർ ബൈ സ്മോൾ ലെറ്റർ ആർ എന്ന് എഴുതാലോ. ക്യാപിറ്റൽ ലെറ്റർ ആർ എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് ദ ലൂപ്പ് ആണ്, ലൂപ്പിന്റെ റേഡിയസ് ആണ്. ആർ എന്ന് പറയുന്നത് നമ്മുടെ കണ്ടക്ടറും ഈ പോയിന്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, സോ ഞാൻ ഇവിടെ കോസ് ഫൈക്ക് പകരം എന്ത് എഴുതുക? ആർ ബൈ ആർ. ഓക്കെ, ഇവിടെ വരെ ക്ലിയർ ആണോ? ഇനി എന്താണ് ചെയ്യുന്നത്? ഇവിടെ വരെ ക്ലിയർ ആണോ? ചേച്ചി എഴുതിയേക്കുന്നൊക്കെ ഒന്ന് പറയാമോ ലാസ്റ്റത്തെ? എടാ ഇത് കോസ് ഫൈ ഈസ് ഈക്വൽ ടു എഴുതിയേക്കുന്നത് ഈ ഇക്വേഷൻ അല്ല, താഴത്തെ ഏറ്റവും ലാസ്റ്റത്തെ ഇക്വേഷൻ എഴുതിയേക്കുന്നത് ആർ ബൈ ആർ, ക്യാപിറ്റൽ ലെറ്റർ ആർ ബൈ ആർ, ക്യാപിറ്റൽ ലെറ്റർ ആർ ബൈ സ്മോൾ ആർ. ഓക്കെ, ആദ്യം മ്യൂസിയറോ അല്ലേ? ഇവിടെ നിന്ന് നമ്മൾ കോസ് കണ്ടുപിടിക്കുക. കോസ് ഫൈ എന്ന് പറഞ്ഞാൽ അഡ്ജസന്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. ഇവിടെ അഡ്ജസന്റ് സൈഡ് ക്യാപിറ്റൽ ലെറ്റർ ആർ ആണ്, ഹൈപ്പോട്ടന്യൂസ് ഏതാണ്? സ്മോൾ ലെറ്റർ ആർ ആണ്. സോ അഡ്ജസന്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ ലെറ്റർ ആർ ബൈ സ്മോൾ ലെറ്റർ ആർ. ഫിഗറിൽ നിന്ന് നമ്മൾ എടുത്ത് എഴുതിയേക്കുന്ന. ഓക്കെ, ഇത് സൈഡിൽ എഴുതി വെച്ചേക്കണം കേട്ടോ. ഇനി എന്താണ് ഇവിടെ നോക്കിക്കേ, മ്യൂ 0 ഐ ഡി എൽ ആർ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ ഇൻറ്റു ആർ. ആർ സ്ക്വയർ ഇൻറ്റു ആർ എത്രയാ? ആർ ക്യൂബ്. ആർ ക്യൂബ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനെ കുറച്ചും കൂടി സിമ്പിൾ ആയിട്ട് എങ്ങനെ എഴുതാം? ഇന്റഗ്രൽ മ്യൂ 0 ബൈ 4 പൈ ഐ ഡി എൽ ആർ ഡിവൈഡഡ് ബൈ ആർ ക്യൂബ്. സ്മോൾ ലെറ്റർ ആർ ക്യൂബ് ആണ് കേട്ടോ. ആർ ക്യൂബ്. ആർ ക്യൂബിനെ ഞാൻ എഴുതുവാണ് ആർ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ഹോൾ റേസ് ടു 3/2. അതെങ്ങനെ ഞാൻ എഴുതിയേ? ഇങ്ങനെ. എനിക്ക് എങ്ങനെ ഇങ്ങനെ എഴുതാൻ പറ്റുന്നു? ആർ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ദ ഹോൾ റേസ് ടു 3/2. സോ നമുക്ക് ആർ സ്ക്വയർ എന്നാന്ന് നോക്കാം. നമ്മുടെ പൈതഗോറസ് തിയറം, ഇവിടെ ഒരു റൈറ്റ് ആംഗിളിന്റെ ട്രയാങ്കിൾ ഉണ്ട്. നമ്മൾ ഈ താഴത്തെ റൈറ്റ് ആംഗിളിന്റെ ട്രയാങ്കിൾ ആണ് നോക്കുന്നത്. ഇവന്മാരെ, ഇവനെ ഇവിടെയാണല്ലോ എക്സ് ഒക്കെ ഉള്ളത്. സോ ഇത് ആറാണ്, ഈ ലെന്ത് സെയിം ആണ്, ആറ് തന്നെയാണ്. ആർ സ്ക്വയർ എന്ന് പറയുന്നത് ഹൈപ്പോട്ടന്യൂസ് ആണ്. ഹൈപ്പോട്ടന്യൂസിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസ് സ്ക്വയർ പ്ലസ് വോൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ആണ് അല്ലേ? ബേസ് സ്ക്വയർ പ്ലസ് വോൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. സോ ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? ആർ ആണ്, ക്യാപിറ്റൽ ലെറ്റർ ആർ ആണ്. ആർ സ്ക്വയർ പ്ലസ് വോൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ. ഇത് പൈതഗോറസ് തിയറം വെച്ചിട്ട് എഴുതിയത്. അങ്ങനെയാണ് ഇവിടുന്ന് ആറിനെ എനിക്ക് എങ്ങനെ എഴുതാം? ആർ ഈസ് ഈക്വൽ ടു, ഇവിടെ സ്ക്വയർ ആണ്, സ്ക്വയർ ഇവിടെ പോകുമ്പോൾ റൂട്ട് ആകും. റൂട്ടിന് പകരം എനിക്ക് എന്ത് ചെയ്താൽ മതി? 1/2 ഇടാം. അതുപോലെ തന്നെ ക്യൂബ് റൂട്ട് ആണെങ്കിൽ എനിക്ക് എന്ത് ചെയ്താൽ മതി? 3/2 ഇട്ടാൽ മതി. സ്ക്വയറിന് ഞാൻ 1/2 എന്നാണ് ഇടുന്നതെങ്കിൽ ക്യൂബിന് ഞാൻ എന്താ ഇടുന്നത്? 3/2 എന്നാണ്. അങ്ങനെ നമുക്ക് പവർ ഇടാൻ പറ്റും. അങ്ങനെയാണ് ഈ ഒരു വാല്യൂ വരുന്നത് കേട്ടോ. ആർ ക്യൂബ് ഈസ് ഈക്വൽ ടു ആർ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ഹോൾ റേസ് ടു 3/2 എന്ന് പറയുന്ന വാല്യൂ. ക്യൂബ് വരുമ്പം റേസ് ടു 3/2 ആണ്, സ്ക്വയർ വരുമ്പോൾ റേസ് ടു 1/2 ആണ്. ഓക്കെ, അങ്ങനെ വന്നാണ്. സോ ഇവിടെ ഇപ്പം വേരിയബിൾ ആയിട്ട് ആകെപ്പാടുള്ളത് ഡി എൽ ആണ്. അപ്പൊ ഡി എല്ലിനെ മാത്രം എനിക്ക് ഇന്റഗ്രേറ്റ് ചെയ്താൽ പോരെ, ബാക്കി എല്ലാവരും എനിക്ക് പുറത്തെടുക്കാം. അപ്പം ബി ഈസ് ഈക്വൽ ടു എങ്ങനെ വരും? ബി ഈസ് ഈക്വൽ ടു മ്യൂ 0 ബൈ 4 പൈ ഐ ആർ ഡിവൈഡഡ് ബൈ ആർ ക്യൂബിന് വരെ എന്താ എഴുതുന്നത്? ആർ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ദ ഹോൾ റേസ് ടു 3/2.
r square plus x square the whole raised to 3/2. ഇന്റഗ്രൽ എന്താണ്? ഇന്റഗ്രൽ dl. ഇന്റഗ്രൽ dl എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് തന്നെയാണ്? L തന്നെയാണ് കേട്ടോ. ഇവിടെ നോക്ക്, ഇവിടെ ഉദ്ദേശിക്കുന്നത് കണ്ടക്ടറിന്റെ ലെന്താണ്. നമ്മൾ ഈ കറണ്ട് പാസ് ചെയ്ത് വിടുന്ന സർക്കിൾ ആയിട്ടുള്ള കണ്ടക്ടറിന്റെ ലെന്താണ്, അത് എത്രയാണ്? പെരിമീറ്റർ അല്ലേ? സർക്കിളിന്റെ പെരിമീറ്ററും അതിന്റെ ടോട്ടൽ ലെന്തും സെയിം അല്ലേ? അല്ലേ? സോ പെരിമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ് സർക്കിളിന്റെ? 2πr. സോ ഇന്റഗ്രൽ dl എന്ന് പറഞ്ഞാൽ L ആണ്. സോ ഇവിടെ ഇന്റഗ്രൽ മാറി എന്താകും? ഇൻറ്റു L എന്നാകും. L എത്രയാണ്? 2πr ആണ്. ഓക്കെ, സോ എനിക്ക് ഇന്റഗ്രേഷൻ കഴിഞ്ഞു. എന്റെ ഇന്റഗ്രേഷൻ കഴിഞ്ഞു കേട്ടോ. ഇന്റഗ്രൽ dl L എന്ന് തന്നെയാണ് വരിക. എനിക്ക് ഇക്വേഷൻ ഇങ്ങനെയാണ് വന്നത്: μ0 ഡിവൈഡഡ് ബൈ 4π ir divided by r square plus x square raised to 3/2 into ഇന്റഗ്രൽ dl L ആണ്. ലെന്ത് എന്ന് പറയുന്നത് എത്രയാണ്? 2πr ആണ്. പെരിമീറ്റർ അല്ല, ലെന്ത് ഓഫ് ദ കണ്ടക്ടർ ആണ്. അത് പെരിമീറ്റർ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. സോ പയ്യും ക്യാൻസൽ ആകും, 4ഉം 2ഉം ക്യാൻസൽ ആകും, താഴെ 2 എന്ന് വരും. സോ അങ്ങനെ നമുക്ക് ഇക്വേഷൻ ആയി എന്താണ്? B is equal to μ0 by 2 r square plus x square raised to 3/2. ന്യൂമറേറ്ററിൽ ആരൊക്കെ ഉള്ളത് ഇനി? i r into r. ഇത് r ആണ് കേട്ടോ. r into r എന്താണ്? r square. സോ ഇതാണ് ഒരു സർക്കുലാർ കറന്റ് ക്യാരിയിങ് സർക്കുലാർ ലൂപ്പിൽ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷൻ. ഇതൊരു ഡെറിവേഷൻ ആണ്. സോ കഴിഞ്ഞ ദിവസം ഞാൻ ക്ലാസ്സിൽ ഒരു സൈറ്റിന്റെ അയച്ചു തന്നില്ലായിരുന്നു, ചാപ്റ്റർ 4 എന്നൊക്കെ പറഞ്ഞിട്ട്. നിങ്ങൾ പറഞ്ഞിട്ട് ഞാൻ അയച്ചു തന്നില്ലായിരുന്നു ഒരു സൈറ്റ്. അതിൽ കയറി അതിന്റെ സെന്റൻസുകളൊക്കെ ഒന്ന് വായിച്ചു നോക്കണം. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ അയച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ സെന്റൻസ് ഈ ഇടയ്ക്ക് എഴുതിയേക്കുന്ന സെന്റൻസുകൾ ഉണ്ടല്ലോ, ആ സംഭവങ്ങളും കൂടി ഒന്ന് വായിച്ചു നോക്കി അടുത്ത ക്ലാസ്സിൽ, നാളത്തെ ക്ലാസ്സിൽ ഈ ഡെറിവേഷൻ പഠിച്ചു വെച്ചേക്കണം. ഓക്കെ, നാളത്തെ ക്ലാസ്സിൽ ഇത് എഴുതിച്ചിട്ടേ ഞാൻ ബാക്കി എടുക്കത്തുള്ളൂ കേട്ടല്ലോ. ഇത് എഴുതുമ്പോൾ മറ്റേ ബയോട്ട് സോവോട്ട് ലോ മുതൽ അതിന്റെ ഇക്വേഷൻ കഴിഞ്ഞിട്ട് ആപ്ലിക്കേഷൻ ആയിട്ട് വേണം ഇത് എഴുതാൻ. ഓക്കെ, സോ ഈ സംഭവം പിടികിട്ടിയോ? ഒന്ന് നോക്കിക്കേ. അങ്ങനെ എഴുതി വേണം, ഞാൻ ആ ഫോട്ടോ അയച്ചേക്കുന്നത് നോക്കിക്കോ, അതാകുമ്പോ കുറച്ചുകൂടി പിടികിട്ടും. പക്ഷെ അതില് ഫിഗർ ഒരുമാതിരി ആയിട്ട് ഏതാണ്? സംഭവം ചെറുതാണ്. ഓർത്ത് വെക്കേണ്ട ഇക്വേഷൻ ഏതാണ്? ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ dB cos phi ആണ്. ഓക്കെ, cos phi ക്ക് നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, അഡ്ജസന്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. പിന്നെ ഓർക്കേണ്ട കാര്യം എന്താണ്? ആർ സ്ക്വയറിനെ നമ്മൾ എങ്ങനെ എഴുതും? ആർ ക്യൂബിനെ നമ്മൾ എങ്ങനെ എഴുതുന്നത്? ആർ സ്ക്വയർ, ക്യാപിറ്റൽ ലെറ്റർ ആർ സ്ക്വയർ പ്ലസ് സ്മോൾ ആർ സ്ക്വയർ ഹോൾ റൈസ് ടു 3/2. ഈ ഒരു കാര്യം ഇത്രയാണ് നമ്മൾ എക്സ്ട്രാ ചെയ്യുന്നത്. ബാക്കിയൊക്കെ എന്താണ്? നോർമൽ ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. ഇന്റഗ്രൽ dl എന്ന് പറഞ്ഞാൽ L ആണ്. ആ എല്ലിന്റെ വാല്യൂ ആണ് 2πr. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താണ് നമ്മൾ ഇക്വേഷൻ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ആ ഓർത്തിരിക്കേണ്ടത് ആദ്യം പറഞ്ഞ ആ 3 കാര്യങ്ങളാണ്. ഫിഗർ വരയ്ക്കണം, പിന്നെ ഈ പറയുന്ന ഇക്വേഷൻ, cos phi-യുടെ വാല്യൂ ഇട്ട് കൊടുക്കണത്, ആൻഡ് ആർ ക്യൂബിനെ മാറ്റണം. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരുന്ന ഡെറിവേഷൻ എഴുതാം. ഓക്കെ, എഴുതുമ്പോൾ തന്നത്തെ മാക്സിമം എന്താണ് തന്നെ ഒന്ന് എഴുതി നോക്കുക. സ്റ്റെപ്പുകൾ, എല്ലാ സ്റ്റെപ്പുകളും കൂടി ഇൻക്ലൂഡ് ചെയ്ത് എഴുതി പഠിക്കുന്നതായിരിക്കും നല്ലത് കേട്ടല്ലോ. ആൻഡ് 2 തവണ എഴുതിയും പഠിച്ച് നാളെ എന്നെ എഴുതിയും കാണിച്ചേക്കണം.
അടുത്താണ് അറ്റ് ദ സെന്റർ ഓഫ് ദ ലൂപ്പ്. അതായത് നമ്മുടെ ഈ പറയുന്ന ഫിഗർ നമ്മളിപ്പോ കൺസിഡർ ചെയ്ത പോയിന്റ് പി അല്ലേ, ഇനി നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്ന പോയിന്റ് ഏതാണ്? സെന്ററിലെ പോയിന്റ് തന്നെയാണെന്ന് വിചാരിക്കാം. സെന്ററിലെ പോയിന്റിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകാമല്ലോ. അങ്ങനെയാണെങ്കിൽ സെന്ററിലെ പോയിന്റ് എന്ന് പറയുമ്പോൾ അവിടുത്തെ ഡിസ്റ്റൻസ് എക്സ് എത്രയായിരിക്കും? സെന്ററിൽ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുക, അതായത് ആ സെന്റർ എന്ന് പറയുന്ന പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് ആണ്. അവിടുത്തെ എക്സ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ കണ്ടക്ടർ എക്സ് എത്രയായിരിക്കും? 0 ആയിരിക്കും. സെന്ററിൽ തന്നെ അല്ലേ? ഞാൻ സെന്ററിൽ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യാം. സെന്റർ മുതൽ ആദ്യം കൺസിഡർ ചെയ്ത പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് ആയിരുന്നു എക്സ്. ഓക്കെ, ഇനി ഈ പോയിന്റ് ആയിട്ട് ഞാൻ എടുക്കുന്നത് സെന്ററിലെ പോയിന്റ് തന്നെയാണ്. അങ്ങനെയാണ് അവിടെ എക്സ് എത്രയാണ്? 0 ആണ്. ഓക്കെ, അപ്പം സെന്ററിലെ ഈ കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ വട്ടത്തിലുള്ളതല്ലേ? വട്ടത്തിലുള്ളതാണ് കണ്ടക്ടർ. പക്ഷെ ഇവിടെ കൺസിഡർ ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ് ആണ്. മറ്റേത് 6. കണ്ടക്ടറിൽ നിന്ന് പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് 6 ആണ്. അല്ല, ഈ കണ്ടക്ടർ ഈ വട്ടം ആവുമ്പോഴത്തേക്കും ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ 6 അല്ലേ വരേണ്ടത്? അല്ല, ഡൗട്ടായിട്ട് ചോദിച്ചോട്ടോ. ഈ സെന്റർ പോയിന്റ് മുതൽ ഈ പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് എക്സ് ആണ്. നമ്മൾ ഡിറൈവ് ചെയ്ത ഇക്വേഷനിൽ എക്സിന്റെ ഒരു ടേം ഉണ്ട്, കണ്ട? ഓക്കെ, ആൻഡ് സ്മോളർ ആറിന്റെ ടേമുകളൊന്നും ഇല്ല, അത് ക്യാൻസൽ ആയി പോയതാണ്. അല്ലേ, സ്മോളർ ആർ അവിടെ വന്നില്ലല്ലോ. സ്മോളർ ആർ ആണ് നമ്മുടെ മറ്റേ ബയോട്ട് സാവാർട്ട് ലോയിൽ പറയുന്ന ആ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ശരിക്കും സ്മോളർ ആർ ആണ്. കണ്ടക്ടർ മുതൽ പോയിന്റ് വരെയുള്ള ദൂരം അത് 6 ആണ് നമ്മുടെ ഈ ഇക്വേഷൻ, നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഫിഗറിൽ. പക്ഷെ ഇവിടെ നമ്മൾ എടുക്കുന്ന ഡിസ്റ്റൻസ് സെന്റർ മുതൽ പി വരെയുള്ള ഡിസ്റ്റൻസ് ആണ്. അത് ആദ്യം എടുത്തത് എക്സ് എന്നായിരുന്നു. ഇനിയിപ്പോ നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോയിന്റ് സെന്റർ ആണെങ്കിൽ എക്സ് എന്തായി പോകും? 0 ആയി പോകും. കാരണം ഈ പോയിന്റ് സെന്റർ മുതൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോയിന്റ് വരെയുള്ള ദൂരം എന്ന് പറയുന്നത് 0 ആണ്. പോയിന്റ് സെയിം പോയിന്റ് അല്ലേ, 0 അല്ലേ അടുത്ത ഡിസ്റ്റൻസ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഓൾറെഡി ഡിറൈവ് ചെയ്തേക്കുന്ന ഇക്വേഷനിലേക്ക് ഈ എക്സിന്റെ വാല്യൂ 0 ആക്കി ഇട്ടുള്ളൂ. പിടികിട്ടിയാണ്? എക്സ് ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും അറ്റ് സെന്റർ ഓഫ് ദ ലൂപ്പ്. ലൂപ്പിന്റെ സെന്ററിൽ എക്സ് എന്ന് പറയുന്നത് 0 ആണ്. സോ നമ്മളിപ്പം ഡിറൈവ് ചെയ്തെടുത്ത ഇക്വേഷൻ എടുക്കുക, ആ ഇക്വേഷൻ എക്സിന്റെ 0 ഇട്ട് കൊടുക്കുക. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ വരും? μ0 I r square divided by r square the whole raised to 3/2. എക്സിന്റെ വാല്യൂ 0 ആയി പോയി. ആൻഡ് ആർ സ്ക്വയറിന്റെ 2ഉം 3/2ന്റെ 2ഉം കൂടി നമുക്ക് ക്യാൻസൽ ആക്കി r³ എന്ന് എഴുതാം. അപ്പൊ മിച്ചം എങ്ങനെയുള്ളൂ? μ0 I r divided by r³. ഓക്കെ, r³ മേളിലെ r² കൂടി ക്യാൻസൽ ചെയ്യാം. എന്നിട്ട് എന്താകും? വെറും 6 ആകും. ആൻഡ് അറ്റ് സെന്ററിലെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? B is equal to μ0 I/2r. ഡെറിവേഷൻ പഠിക്കുമ്പോൾ ഇതും കൂടി വെച്ച് പഠിക്കണം കേട്ടോ. സെന്ററിലെയും കൂടി കാര്യം പഠിച്ചു വെച്ചേക്കണം. സോ ക്ലാസ് കഴിയുമ്പോൾ ഇതൊന്ന് 2 തവണ എഴുതി നോക്കാം, അപ്പൊ കുറച്ച് തറവായിക്കോളൂ. പിന്നെ ഞാൻ അയച്ചു തന്നെ ഒരു നോട്ടില്ലേ, ഇതല്ല, പകരം ഞാൻ പറഞ്ഞില്ല കഴിഞ്ഞ ദിവസം ഒരു സൈറ്റിന്റെ ഇത് അയച്ചു തന്നായിരുന്നു. അതിൽ കയറുന്ന ഒരു PDF-ലേക്ക് അതൊന്നെടുത്ത് വായിച്ചു നോക്കണം. അപ്പൊ നമ്മൾ ഈ എടുത്തേക്കുന്ന കാര്യങ്ങളും നമ്മൾ കൺസിഡർ ചെയ്തേക്കുന്ന പോയിന്റുകളൊക്കെ കുറച്ചും കൂടി മനസ്സിലാവും. വായിച്ചു നോക്കിയിട്ടേ കിടക്കാവുള്ളൂ. ഇനി നമ്മുടെ ഈ ബയോട്ട് സാവാർട്ട് ലോ വന്നതിന് ശേഷം വേറൊരാളും കൂടി വന്നു. ആംബിയർ പുതിയൊരു ലോയുമായിട്ട് വന്നതാണ് ആംബിയർ സർക്യൂട്ടൽ ലോ. സെയിം കാര്യം തന്നെയാണ് പറഞ്ഞത്. അവനെ കഴിഞ്ഞ് കുറച്ച് സിമ്പിൾ ആണെന്നേ ഉള്ളൂ. ലോ പറയുന്നത് എന്താണ്? The line integral of magnetic field around any closed loop in free space is equal to phi0 times the net current enclosed by the loop. അതായത് നമുക്കൊരു കണ്ടക്ടർ ഉണ്ട്, I എന്ന് പറയുന്ന ഒരു കണ്ടക്ടർ ഉണ്ട്. കണ്ടക്ടറിൽ കൂടി I കറന്റ് പാസ് ചെയ്ത് പോവാണ്. ഓക്കെ, ആൻഡ്
എനിക്ക് ഈ പറയുന്ന പോയിന്റ്, ഇവിടെ ഒരു പോയിന്റിനെ കൺസിഡർ ചെയ്യുന്നു, ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് ആയിരുന്നു കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അത് പൊക്കത്തേക്കാണ് അതിന്റെ ഡയറക്ഷൻ വരിക, ബി. ആൻഡ് ഞാൻ ഇവന്മാരെ എല്ലാരെയും കൂട്ടി ഒരു ലൂപ്പിനെ അങ്ങ് എടുക്കും. അതായത് ഒരു എന്ന് വെച്ചാൽ എന്താണ്, ഈ പാസ് ചെയ്തു പോകുന്ന കറന്റും ഈ പോയിന്റിനെ ഒക്കെ ഇൻക്ലൂഡ് ചെയ്തൊരു ലൂപ്പ് അങ്ങ് എടുക്കുക, കൺസിഡർ ചെയ്യുക. അവിടെ ഉണ്ടാകുന്ന, അങ്ങനെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആണെന്നാണ് പറയുന്നത്? μ0 ഇൻറ്റു ഐ. അവിടുത്തെ μ0 എന്ന് പറഞ്ഞാൽ എന്താണ്? 4π × 10⁻⁻7 ആ വാല്യൂ, 4π × 10⁻⁻7 ഇൻറ്റു ഐ, അവിടെ പാസ് ചെയ്ത് പോകുന്ന കറന്റ് ആ വാല്യൂനോട് ഈക്വൽ ആണ്. സോ ഈ ഇക്വേഷനും പഠിച്ചു വെച്ചേക്കണം. ചെന്നെടുത്തൊന്ന് നോക്കിക്കേ വിളിച്ച്. നാളെ വരുമ്പം നമ്മുടെ ആരാണ്, ബയോട്ട് സാവാർട്ട് ലോ, ആ സെക്ഷൻ മൊത്തം പഠിച്ചിട്ട് ഇരിക്കാവുള്ളൂ. കേട്ടല്ലോ? അവിടുത്തെ ഡെറിവേഷനും അതുപോലെ തന്നെ ആ ലോയും അത്രയും നല്ല തറവായിട്ട് പഠിച്ചിട്ടേ ഇരിക്കാവൂ. സോളം വരെ ഒന്ന് വായിച്ചു നോക്കിക്കുന്നു. ആംബിയറിന്റെ കാര്യം നമുക്ക് നാളെ പറയാം. ഓക്കെ, അപ്പൊ ക്ലാസ് കഴിയുമ്പോഴത്തേക്കും ഇന്നിപ്പോ ഞാൻ ഇത്ര എടുക്കുന്നുള്ളൂ. മടുത്തില്ലേ? അത്യാവശ്യം നന്നായിട്ട് മടുത്തില്ലേ? കണ്ടു വേർത്തില്ലേ? അപ്പൊ ഇത്രയും നാളെ പഠിച്ചോണ്ട് വരിക. ആൻഡ് ഞാൻ ഈ എഴുതിയേക്കുന്നതില് മറ്റേ ഈ വേർഡ്സുകളായിട്ടൊന്നും എഴുതിയിട്ടില്ല. അപ്പൊ അങ്ങനെ ആകുമ്പോൾ മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. എന്ത് ചെയ്യണം, ഞാൻ ആ സൈറ്റ് ഒന്നും കൂടി വേണേ അയച്ചിടിയല്ല, ഒന്നുകൂടി മെൻഷൻ ചെയ്തേക്കാം. ഓക്കെ, അതിൽ കയറുക. അതിൽ കയറി കഴിയുമ്പോൾ ഒരു PDF ആണ് ഓപ്പൺ ആയി വരുന്നത്. അതൊന്ന് വായിച്ചു നോക്കണം. നമ്മൾ പഠിച്ച അത്രയും പോർഷൻ ഒന്ന് വായിച്ചു നോക്കണം. അത് അത്യാവശ്യം കണ്ടന്റുകൾ ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഞാൻ അയച്ചത് ഞാൻ ഇട്ടിട്ടുണ്ട്. ആ സൈറ്റിൽ കയറുക. അതിലെ നമ്മൾ ഇന്ന് പഠിച്ച അത്രയും പോർഷൻ ഒന്ന് വായിച്ചു നോക്കുക. ഫുൾ വായിക്കണം, തുടക്കം മുതൽ ഇന്ന് പഠിപ്പിച്ച അത്രയും വായിച്ചു നോക്കണം. ആൻഡ് ഡെറിവേഷനും ഒരു 2 തവണ എഴുതി നോക്കിയിട്ട് ഇന്ന് കിടന്നുറങ്ങിയാൽ മതി. നാളെ ക്ലാസ്സിന് മുമ്പ് ഡെറിവേഷൻ ഞാൻ എഴുതിക്കും. ഓക്കെ, ഓക്കെ ആണോ ശ്രീഹരി? സമയം കിട്ടുമ്പോ ആ PDF ഒക്കെ ഒന്ന് എടുത്ത് വായിച്ചു നോക്കുക കേട്ടോ.